നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ അടുക്കളയിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ പ്രധാന ഘടകമാണ് ഉപ്പ്. പാചകത്തിനും മറ്റുമായി നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും നിറയാൻ ഉപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമേ പറയട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ കല്ലുപ്പ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഉപ്പിനെ വളരെ ബഹുമാനത്തോടെ വേണം കാണാൻ. ഇന്ന് പലരുടെയും വീട്ടിൽ കല്ലുപ്പിന് പകരം പൊടിയുപ്പാണ്, അതായത് രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള ഉപ്പ്. പക്ഷേ മഹാലക്ഷ്മി സാന്നിധ്യം കൂടുതലായുള്ളത് കല്ലുപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കല്ലുപ്പ് ഒരു പാക്കറ്റെങ്കിലും നിങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഉപ്പ് തീർന്നു പോകാൻ അനുവദിക്കരുത്. പലപ്പോഴും ഉപ്പ് തീർന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഉപ്പ് ഭരണിയിൽ ഉപ്പ് തീരാറായി എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പുതുതായി റീസ്റ്റോക്ക് ചെയ്യണം. അതായത് ഉപ്പ് പാത്രം കാലിയാകുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുന്ന സൂചനയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉപ്പുപാത്രത്തിൽ ഉപ്പ് ഏകദേശം പകുതി വരെ എത്തുമ്പോഴേക്ക് തന്നെ പുതിയത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉപ്പ് എവിടെയാണ് വെക്കേണ്ടത് എന്ന് അറിയാമോ? പലപ്പോഴും നമ്മൾ അടുക്കളയിലെ കബോർഡിനുള്ളിൽ മറ്റ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാചകത്തിന് ഉപയോഗിക്കുന്ന പൊടികളുടെ കൂട്ടത്തിലായിരിക്കും ഉപ്പും വയ്ക്കുന്നത്. പക്ഷേ ഉപ്പ് വയ്ക്കേണ്ടതിന് പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ അടുക്കളയിൽ അടുപ്പിൻ്റെ വലതുഭാഗത്തായി വേണം ഉപ്പ് ഭരണി വെക്കാനായിട്ട്. നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുമ്പോൾ വലതുവശത്ത് ഉപ്പ് വരുന്നത് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വെറും നിലത്ത് ഉപ്പ് ഭരണി ഒരിക്കലും വെക്കാൻ പാടില്ല. ഒരു ചെറിയ മരപ്പലകയുടെ മുകളിലോ തട്ടിന്മേലോ വേണം ഉപ്പ് വയ്ക്കാനായിട്ട്. അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളോ സ്റ്റീൽ പാത്രങ്ങളിലോ ഉപ്പ് വയ്ക്കുന്നതും നല്ലതല്ല. കാരണം ഉപ്പിന് സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ഉപ്പൊരു ദ്രവീകരണ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൽ സ്റ്റീലിലൊക്കെ വെക്കുമ്പോൾ അതുമായി റിയാക്ട് ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചില്ലുഭരണിയിൽ തന്നെ ഉപ്പ് സൂക്ഷിക്കാൻ പറയുന്നത്. ഇനി അടുത്തതായി ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു വിദ്യയുണ്ട്. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഉപ്പ് ഭരണി വെറും നിലത്ത് വെക്കാൻ പാടില്ല, ഒരു മരപ്പലകയ്ക്ക് മുകളിലാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഉപ്പ് ഭരണി വെക്കുന്ന ആ മരപ്പലകയ്ക്ക് താഴെ 1 രൂപയുടെ ഒരൊറ്റ നാണയം വെക്കുക. അതുപോലെ തന്നെ ഉപ്പുഭരണി കഴുകി വൃത്തിയാക്കി ഉപ്പ് നിറയ്ക്കുന്നതിന് മുൻപ് ഉപ്പുഭരണിക്കുള്ളിൽ 5 രൂപ നാണയം വയ്ക്കുന്നതും സമ്പത്ത് നമ്മുടെ വീട്ടിൽ വർദ്ധിക്കാൻ, കുമിഞ്ഞുകൂടാൻ കാരണമാകുന്ന ഒരു കർമ്മമാണ്. പക്ഷേ 5 രൂപ പോലെയുള്ള നാണയങ്ങൾ വെക്കുന്നത് വഴി ഉപ്പുമായി അത് പ്രവർത്തിച്ച് പലതരം കെമിക്കലുകൾ റിലീസാവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മം നിങ്ങൾ നിർവഹിക്കേണ്ടതില്ല. പകരം ഉപ്പുഭരണി വയ്ക്കുന്ന മരപ്പലകയ്ക്കടിയിൽ 1 രൂപ നാണയം വെച്ചാൽ മതിയാകും. ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി സാന്നിധ്യം കൂടുതൽ ഉണ്ടാവാൻ കാരണമാകും. അതുപോലെ തന്നെ ഉപ്പ് വെക്കേണ്ട സ്ഥാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ വീട്ടിൽ ഉപ്പും എണ്ണയും തമ്മിലുള്ള ബന്ധം, അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല വീടുകളിലും ഉപ്പ് ഒരു സ്ഥലത്തും എണ്ണ മറ്റൊരു സ്ഥലത്തുമാണ് വെക്കാറുള്ളത്. എന്നാൽ ഉപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ എണ്ണപ്പാത്രവും വെക്കണം. ഇങ്ങനെ വയ്ക്കുന്നത് കുടുംബത്തിൻ്റെ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കാനും അതുപോലെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനും ഈ രീതി സഹായിക്കും. പലപ്പോഴും പല വീടുകളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക. ഒന്നുകിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ മരുമകളും അമ്മായിയമ്മയും തമ്മിൽ. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, സമാധാനക്കുറവ് പല വീടുകളിലും നിലനിന്നു പോകുന്നു. അതുകൊണ്ട് അത് ഒരു പരിധിവരെ മാറ്റാൻ ഈ ഉപ്പും എണ്ണയും അടുത്തടുത്തായി വെക്കുന്നത് സഹായിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും. അവർക്കുള്ളൊരു വഴിയാണ് ഈ ഉപ്പ്. ഞാൻ പറഞ്ഞല്ലോ, മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് കല്ലുപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കടബാധ്യതകൾ മാറാൻ നിങ്ങൾ വലിയ കടം കൊണ്ട് വലയുകയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാം. അതായത് ഒരു ചെറിയ ചില്ലു ബൗളിൽ, അതായത് ചില്ലു പാത്രത്തിൽ നിങ്ങൾക്ക് കല്ലുപ്പെടുക്കുക. അതിൽ 5 ഗ്രാമ്പു കുത്തിവെക്കുക. ഇത് വീടിൻ്റെ ഓരോ മൂലകളിലായി ആരും കാണാതെ മാറി മാറി വയ്ക്കുക. 1 മാസം കഴിയുമ്പോൾ ഈ ഉപ്പും ഗ്രാമ്പുവും മാറ്റി പുതിയത് വയ്ക്കണം. ഈ ഒരു പാത്രത്തിൽ മാത്രം ഉപ്പും ഗ്രാമ്പുവും എടുത്താൽ മതിയാകും. അങ്ങനെ മാറി മാറി നമ്മുടെ വീടിൻ്റെ ഓരോ മൂലയിലും ആരും കാണാതെ വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. അങ്ങനെ ചെയ്യുക. അതുപോലെ ഉപ്പ് 1 മാസം കഴിയുമ്പോൾ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു, മാറ്റി പുതിയത് വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പഴയത് വെള്ളത്തിൽ കലക്കി ഒഴുക്കി കളയാവുന്നതാണ്. തോടോ അങ്ങനെ എന്തെങ്കിലും വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒഴുക്കി കളയാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വെള്ളത്തിൽ കലക്കി ഒഴുക്കി കളഞ്ഞാലും മതി. പിന്നെ ഓർക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപ്പ് വാങ്ങാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് തീർന്നിട്ട് ഒരിക്കലും ഉപ്പ് വാങ്ങാൻ നിൽക്കരുത്. ഉപ്പ് പകുതിയാകുമ്പോഴേക്ക് തന്നെ വാങ്ങാനായി ശ്രമിക്കുക. അത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഉപ്പ് വാങ്ങുന്നത് എങ്കിൽ അത് കൂടുതൽ ഐശ്വര്യകരമായിരിക്കും. അതുപോലെ ഈ ഉപ്പ് ഭരണി, നമ്മൾ ഉപ്പ് തീരുന്നതിനനുസരിച്ച് ഉപ്പ് ഭരണി കഴുകുമല്ലോ. ആ കഴുകുന്നത് ബുധൻ, വ്യാഴം, ഞായർ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക. ഓരോ പ്രാവശ്യവും ഉപ്പുഭരണി കഴിയുമ്പോൾ പുതുതായി നിറയ്ക്കുന്നത് ഉപ്പുഭരണി കഴുകിയതിന് ശേഷം മാത്രം വേണം പുതിയത് നിറക്കാനായിട്ട്. പകുതി ഉപ്പിലേക്ക്, അല്ലെങ്കിൽ ഉപ്പ് തീരാറായി കുറച്ച് ബാക്കിയുണ്ട്, അതിലേക്ക് വീണ്ടും പുതിയ ഉപ്പ് വാങ്ങി നിറയ്ക്കരുത്. പഴയത് തീർന്ന് കഴുകിയതിന് ശേഷം മാത്രം വേണം പുതിയത് നിറക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വൻ സാമ്പത്തിക നേട്ടവും വലിയ ഐശ്വര്യങ്ങളുമാണ് നമുക്ക് വന്നു ചേരാൻ പോകുന്നത്. വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും. നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ മൂലമാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഭാഗ്യദേവത, ഐശ്വര്യദേവത പടിയിറങ്ങുന്നത്. ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നല്ല ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരാനും സമാധാനം നമ്മുടെ വീട്ടിൽ നിലനിൽക്കാനും അത് കാരണമാകും. ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോയിലെ അറിവ് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.